തുടങ്ങിയിരുന്നു. വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കൂടിയതിന് പിന്നാലെ ഹോട്ടൽ ഭക്ഷണങ്ങളുടെയും വില കൂട്ടി. ചായക്ക് 4 രൂപ വരെയും ഊണിന് 30 രൂപ വരെയുമാണ് കൂട്ടിയത്. 12 രൂപയായിരുന്ന ചായക്ക് ഇനി 16 രൂപ നൽകണം. കാറ്ററിംഗ്, ഹോസ്റ്റൽ മേഖലകളെല്ലാം പ്രതിസന്ധിയിലാണ്. ഇതോടെ സാധാരണക്കാരുടെ ബജറ്റ് താളം തെറ്റുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കൊച്ചിയിൽ നിന്ന് ലാൽ കൃഷ്ണയാണ് കൂടി ചേരുന്നത്. ലാൽ, നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഹോട്ടൽ ഉടമകളുടെ നേതൃത്വത്തിൽ വലിയൊരു ഹർത്താൽ നടത്തുന്നു. അതിന് പിന്നാലെ അപ്പോൾ തന്നെ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഇത്തരത്തിൽ സിലിണ്ടറിന്റെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഭക്ഷണങ്ങളുടെ വില ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നത്. ഇപ്പോഴത്തെ ചായക്കൊക്കെ 16 രൂപ നൽകുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കൊക്കെ വലിയൊരു തിരിച്ചടിയാണത്. പല മേഖലകളിലും ഈ വിലവർധന വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പ്രശ്നം ഗുരുതരമാകുന്ന ഒരു സാഹചര്യം കേരളത്തിലുടനീളമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് കേരളത്തെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല. എന്നാൽ പോലും പ്രധാനമായിട്ടും കൊച്ചി നഗരം അടക്കമുള്ള മേഖലകളിൽ ബാധിക്കുന്നത്. ഇവിടെ പലരും പലയിടങ്ങളിൽ നിന്നായിട്ട് വന്ന് താമസിക്കുന്നവരാണ്. ഹോസ്റ്റലുകളാണെങ്കിൽ പോലും പലയിടങ്ങളിലും ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് അടക്കം മേടിച്ച് കഴിക്കുന്ന അവസ്ഥയിലേക്കാണ് പലരും പോകുന്നത്. കാരണം ഹോട്ടലുകളെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്നൊരു സ്ഥിതി എല്ലായിടത്തും ഇല്ല. പക്ഷേ ഈ ഹോസ്റ്റലുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടുന്നതോടുകൂടി ഹോസ്റ്റലുകളും സ്വാഭാവികമായിട്ടും അവരുടെ നിരക്കും ഉയർത്താൻ നിർബന്ധിതരാവുകയാണ്. ഏകദേശം 10 മുതൽ 25% വരെ അതിൻ്റെ അകത്ത് വർധനവ് വേണ്ടി വരും എന്നുള്ളതാണ് പലരും പറയുന്നത്. ഹോട്ടലുകളിലും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം നേരത്തെ ഏകദേശം ഒരു 60 രൂപയ്ക്ക് ഒരു ഊണ് കിട്ടിയിരുന്നെങ്കിൽ, അത് വേറെ സൈഡ് ഡിഷുകളൊന്നും ഇല്ലാതെ ഒരു 60 രൂപയ്ക്ക് ഒരു ഊണ് കിട്ടിയിരുന്നെങ്കിൽ അത് ഇനി 80 രൂപയ്ക്ക് മുകളിലേക്ക് ആക്കാത്തൊരവസ്ഥ പ്രായോഗികമല്ല എന്നുള്ളതാണ് ഹോട്ടലുകൾ അടക്കം പറയുന്നത്. അതൊരു ചെറുകിട ഹോട്ടലിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. വലിയ ഹോട്ടലിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ വലിയ രൂപത്തിലേക്ക് ഇത് മാറും. അത് ഒരു ചായയിലേക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ പോലും നേരത്തെ 12 രൂപയ്ക്കാണ് ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ അത് 15 രൂപയ്ക്ക് മുകളിലേക്ക് 16-17 രൂപ വരെ എത്തിയ കടകൾ പോലും ഉണ്ട്. എയർപോർട്ടിൻ്റെ സമീപത്തുള്ള സ്ഥലങ്ങളിലെല്ലാം 15 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ തന്നെ ചായക്കുള്ള വില വരുന്നത്. അത് വില കൂടുന്നത് ഇനിയും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഒന്നാമത് ഗ്യാസ് കിട്ടാനില്ല, രണ്ടാമത് ഇതിൻ്റെ വില വർധനവ് വലിയ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എല്ലാവരെയും. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ മേഖല പോകുന്നുണ്ട്. വിലവർധനമല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. പകരം നേരത്തെ ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്ന സമയത്ത് റോക്കറ്റ് അടുപ്പ് പോലത്തുള്ള അടപ്പുകളെല്ലാം വന്നതുകൊണ്ട് ചിലയിടങ്ങളിലെല്ലാം മാറ്റം ഉണ്ടാകില്ല എന്നെല്ലാം ചിലർ ചോദിച്ചു. പക്ഷേ നഗരഹൃദയത്തിൽ എല്ലാവരും ഈ ഗ്യാസിൽ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഈ റോക്കറ്റ് അടുപ്പ് പോലത്തെ അടപ്പ് വന്നപ്പോൾ പോലും ആളുകൾക്ക് അതിലേക്ക് പൂർണ്ണമായിട്ട് സ്വിച്ച് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതിനുള്ള സൗകര്യങ്ങളില്ല. അത് മറ്റ് കടകളെയും സമീപത്തുള്ള സ്ഥാപനങ്ങളെയും ബാധിക്കുമെന്നൊരു വലിയ പ്രശ്നമുള്ളതുകൊണ്ടാണ്. മാത്രമല്ല ക്യാൻറ്റീനുകൾ അടക്കമുള്ളവ അടച്ചുപൂട്ടേണ്ടതോ അല്ലെങ്കിൽ വില വർദ്ധിപ്പിക്കേണ്ടതോ ആയ സ്ഥിതിയിലേക്ക് പൂർണ്ണമായിട്ടും മാറുന്നുണ്ട്. അത് ഈ മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വിലവർധനമല്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യം. ശ്രീ ലാൽകൃഷ്ണയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഗോകുൽ, ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ഹോസ്റ്റൽ വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. കാരണം പെട്ടെന്നൊരു ചായ കുടിക്കണമെന്ന് പറയുമ്പോൾ അതിന് വലിയൊരു വില വർധന ഉണ്ടാകും. മാത്രമല്ല ഇനി അഡ്മിഷന്റെ സമയമാണ് വരുന്നത്. പുതിയ ഹോസ്റ്റൽ കാലം അല്ലെങ്കിൽ പുതിയൊരു കോളേജ് അഡ്മിഷന്റെ ഒക്കെ സമയം വരുമ്പോൾ വലിയ ചെലവ് വർദ്ധിക്കുമെന്നത് മാത്രമല്ല, നിലവിലെ ഹോസ്റ്റലുകളുടെയൊക്കെ ഒരു സ്ഥിതി എടുത്താൽ അവരൊരു നിശ്ചിത തുക നിശ്ചയിച്ചാണ് ഇവർക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഇത്ര രൂപ എന്നതാണ്. അവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം ഗ്യാസിന്റെ വില കൂടി, ഇപ്പോൾ ഇന്ധന വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റേറ്റ് ചിലപ്പോൾ കൂട്ടാൻ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ആ ഫീസ് തുകയൊക്കെ വർദ്ധിപ്പിക്കേണ്ടി വരുന്നത് അവിടെ ഒരു പ്രശ്നത്തിനിടയാക്കുക. അതാണ് പല ഹോസ്റ്റൽ ഉടമകളും പറയുന്ന ബുദ്ധിമുട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.